Hello friends, welcome back to our channel Just Ponnu Vlogs. ഇന്ന് എൻ്റെ കൂടെ അയ്യോ ഒരു ക്രിസ്മസ് ബൊമ്മ മാത്രം ഫേസ് കാണണ്ടേ. ഓക്കെ, ഇന്ന് എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല കുറച്ച് സാന്റാ ക്ലോസുകളുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഇന്ന് നമ്മുടെ പള്ളിയിലെ ബോൺ നത്താലെ 2K25 ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് വേറെയും ഉണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ സെറ്റല്ലേ? അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ, വഴിയെ നമുക്ക് കാണാം. ഓക്കെ, കമോൺ. നമ്മുടെ യൂണിറ്റിൽ നിന്ന് നമ്മൾ ഇത്രയും വലിയ ഒരു യാത്രയ്ക്ക് പോകുന്നതുകൊണ്ടും വിശപ്പ് നമ്മളെ ബാധിക്കുന്നതുകൊണ്ടും നമ്മുടെ യൂണിറ്റിൽ പഴംപൊരി തന്നിരിക്കുകയാണ്. ഞങ്ങൾ പ്രത്യേകം കാണിക്കാൻ പറഞ്ഞ് ഔസേപ്പിനെ കാണിക്കണമെന്ന് പറഞ്ഞ് മാതാവ് അങ്ങോട്ട് പോയി. ഇതാണ് നമ്മുടെ യോസേപ്പ്. ഇത് നമ്മുടെ യോസേപ്പ് മാതാവിനെ കസാരക്ക് എടുത്ത് വന്നേക്കാണ്ടായിരിക്കും. ഞാനാണ് മാതാവ് പ്രത്യേകം പറയാൻ പറഞ്ഞത്. അപ്പം എല്ലാവരും വീഡിയോയിൽ വരുമ്പോൾ കാണാട്ടെ. ഞാൻ എന്തായാലും എല്ലാവരും കാണിച്ചു തരാട്ടെ. ഇനി ബാക്കിയുള്ളവർ കാണിച്ചാൽ ഇത് കഴിച്ചു തീർക്കട്ടെ. Guys, preparation going on. പറയൂ, രണ്ടു വാക്ക് പറയൂ. ഹാപ്പി ക്രിസ്മസ്. വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാലാഖ. ഇതാണ് നമ്മുടെ ആരായിരുന്നു ഭക്ത സ്ത്രീകൾ. അതെ, നമ്മുടെ ഈശോയുടെ തിരുപ്പിറവിയോടനുബന്ധിച്ച് നടക്കുന്ന കുറച്ച് ഭക്ത സ്ത്രീകളാണ് നമ്മുടെ യൂണിറ്റിലെ. കയ്യിൽ വിളക്കൊക്കെ ഉണ്ട്. അവർ പ്രത്യേകം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാണിച്ചിട്ടാ എന്താണ് പറയാനുള്ളത്? രണ്ടു വാക്ക് പറയൂ. എപ്പോഴും ഞാൻ അത്ര സംസാരിച്ചാൽ പോരല്ലോ. പറ. ചേടാ, ഇവര് ഭയങ്കര ക്യാരക്ടർ കയറിയിട്ട് മിണ്ടണില്ല കേട്ടോ. പാവം, ഭയങ്കര വിനയ കുഞ്ഞീര പാവം ഭക്ത സ്ത്രീകൾ. ഓ ആയിക്കോട്ടെ. അപ്പൊ ശരി, ഇനി ബാക്കിയുള്ളവര് അതെ അതെ അതൊക്കെ ഓക്കെ സോറി. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ വീണ്ടും കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ ക്രിസ്മസ് കരോൾ തുടങ്ങാൻ പോവുകയാണ്. കൂടെ ആരാണ്? എല്ലാരും സെറ്റ് അല്ലേ? ഫുൾ ഓൺ പവർ ആണ്. അപ്പൊ നമ്മൾ താഴേക്ക് ഓൾറെഡി ലേറ്റ് ആയി. നടക്ക്. എവിടെ ഇവർക്ക് ഉഷാറില്ലല്ല. ഇതുപോലെ ആവുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രിസ്മസ് പാപ്പ. അയ്യോ, എന്നെ നാറ്റിക്കല്ലേ. നമ്മുടെ മാലാഖ ഫുൾ എന്താ പറയാ കോസ്റ്റ്യൂം വിത്ത് എല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ പോവോ? നമ്മുടെ പ്രേക്ഷകരും കൂടി ഒന്ന് അനുഗ്രഹിച്ചു. നമ്മുടെ രാജാക്കന്മാർ, ഇത് നമ്മുടെ ആട്ടിടിയൻ. ഒരു രാജാവ് വേറെ ആട്ടിടിയൻ. ഇതൊക്കെ നമ്മുടെ രാജാക്കന്മാർ ആട്ടിടിയന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ പപ്പ. ഇത് അടുത്ത സാന്റാ ക്ലോസ്. ലേഡീസ് സാന്റാ. എല്ലാവരും താഴേക്ക് രാജാവ്. ഗായ്സ്, നമുക്ക് ഒരു മാതാവിനും ലൈവ് ഉണ്ണീഷാനും കിട്ടിയ കാരണം ഞാൻ വിട്ടില്ല. വേഗം വന്ന് വീടെടുത്തു. ഹായ്. അതെ, ഹായ് തന്നെ. അച്ഛോ, അല്ല എന്തേ ഔസേപ്പ് എന്തേ ഭർത്താവിനോട് പോയി? ബിസിയിലാന്ന് കണ്ട. ഇവിടെ ഒറ്റയ്ക്ക് കറങ്ങടിച്ച് ഇറക്കം പുള്ളിക്കാരി മാതാവ്. അപ്പൊ എന്തായാലും പൊളിക്ക്. എല്ലാ സെറ്റല്ലേ? എവിടെ യൂണിറ്റ്? എവിടെയാ? ഫ്രണ്ടിലായിട്ടല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ വേഗം പൊക്കോ. അടിപൊളിയാവട്ടെ. ഉണ്ണീഷ അതെ, നോക്കണേ. ഓക്കെ, ബൈ. ഗായ്സ്, നമ്മുടെ യൂണിറ്റില് കുഞ്ഞു സാന്റയുണ്ട്. ഭയങ്കര ഫ്രീക്കറായിട്ട്. ഇതാണ് നമ്മുടെ സാന്റയുടെ വണ്ടി, റെയിൻഡിയർ എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ഇതാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു പറ. വെൽക്കം. നമ്മുടെ യൂണിറ്റ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് ഞാൻ വേറെ വീഡിയോ ഇട്ട് തരാം. അതാരവിടെ? ഒരു ആട്ടിടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റിന് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി പോണത് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഗൈസ്, ഈ വടി കൊണ്ട് തന്നെ തല്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എടുക്കുന്നത് നാളെ നമുക്ക് കാണുമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കണം അല്ലേ? നമ്മുടെ യൂണിറ്റിന്റെ പ്രസിഡന്റ് ആണ് കേട്ടോ. കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കും. അതെ ജസ്റ്റ് പൊന്നു ജോക്സ്. കുറച്ച് സ്റ്റാൻഡേർഡ് പേരൊക്കെയാണ്. ഇതേ നമ്മൾ നേരത്തെ കണ്ടില്ല, ഈ ഉണ്ണിഷയും അത് യോസേപ്പ്. ഇവർ ശരിക്കും ഫാമിലി ആട്ടോ ഗൈസ്. ഇവരെല്ലാവരും ഭയങ്കര ആറ്റിറ്റ്യൂഡ് വിത്ത് കോസ്റ്റ്യൂം വിത്ത് ഭയഭക്തിയിലാണ്. പെട്ടെന്ന് വീട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
ഗൈസ് നമ്മുടെ പള്ളിയിലെ കരോൾ ഇറങ്ങാൻ പോയിരുന്നേ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുപിട്ടിരിക്കുകയാണ്. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാരണം ഇവരുടെ കല്യാണത്തിന് ഞാനായിരുന്നു ആങ്കറിങ്. ആ വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവർ നമ്മുടെ വാവയുടെ മാമോസ് ഉണ്ടായിരുന്നോ, ആ മാമോസ് വാവയുടെ പപ്പയുടെ അനിയനാണത്. ഒന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സാണ്. മനസ്സിലായില്ലേ എന്താ പറയുന്നത്? ഞങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. കുറച്ചുകൂടിയും നിങ്ങളുടെ പള്ളിയിൽ തിരുത്തിപ്പറമ്പ് ഭാഗത്ത് ഇത്രയും അടിപൊളിയായിട്ട് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പള്ളിയിലേക്കാളൊക്കെ അടിപൊളിയാണോ? അങ്ങനെയാണ്, അതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ പ്രോഗ്രാം ഒക്കെ കൂടിയിട്ട് പോട്ടാ. ഓക്കെ, ബൈ ബൈ. ഗൈസ്, ഇവിടെ വേറൊരു മാതാവിനെയും ഔസേപ്പിതാവിനും വണ്ടിയൊക്കെ ഉണ്ട്. കണ്ട റാന്തൽ വിളക്കും ഇതൊക്കെ വെച്ചിട്ട് ശരിക്കും ഒരു പുൽക്കൂട് ഒരു സെറ്റ് ചെയ്തേക്കാണ്. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇത് തള്ളിക്കൊണ്ട് നടക്കണം, അങ്ങനെയാണോ? അപ്പോൾ അത് നമ്മൾ ഈ ഇടവൊക്കെ മൊത്തം ചുറ്റെന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ലോ കേട്ടോ. ഇതിൽ പ്രൈസ് കിട്ടണമെന്നല്ല, ഈ ഒരു എഫേർട്ടിനാണ്. അതിൻ്റെ അനുഗ്രഹം ഇവർക്കാണ് ഉണ്ടാവും. രണ്ട് കുഞ്ഞു മാലാകമാരുണ്ട്. ഒരു ഹായ് പറഞ്ഞേ. ഈ മാലാക പറയാതെ ഹായ് പറ. ഹായ് പറഞ്ഞ് നിഷോയും ഔസിപ്പിതാവും. പിന്നെ ഗൈസ്, നമ്മുടെ കേന്ദ്ര സമിതിയാണ് ഈ പ്രോഗ്രാം, അതായത് ബോൺ നത്താലെ 2025 നടത്തുന്നത്. അപ്പോൾ അവർ സെറ്റ് ചെയ്ത പുറത്തുനിന്ന് അവർ സെറ്റ് ചെയ്തൊരു വണ്ടിയാണിത്. അടിപൊളിയായിട്ടില്ലേ? കണ്ട നൈസായിട്ടുണ്ട്. ഇതിൽ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് രാത്രി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇരുട്ട് നിറഞ്ഞ ലോകത്തിന് പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും വെളിച്ചം നൽകാൻ ഭൂമിയിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ തിരുമാനുവേലായി വിശുദ്ധ കുർബാനയിലൂടെ നമ്മെ വിശദീകരിക്കുന്നതുമെല്ലാം സന്തോഷത്തിന്റെ സജീവമായ സത്വാർത്ഥ തന്നെയാണ്. ആ സന്തോഷം ഇന്ന് അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രസക്തവും പ്രധാനവുമായ ചോദ്യം. യുദ്ധഭീഷണിയുടെ പ്രക്ഷുബ്ധമായ കടൽ പോലെയാകുന്ന തിന്മയും പെരുകുന്ന വിവാഹമോചനങ്ങളും ദുർമരണങ്ങളും വിശ്വാസ തകർച്ചയും യുവജനങ്ങളിലെ അരക്ഷിതാവസ്ഥയുമെല്ലാം വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിന്റെ ജനനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ക്രിസ്മസിന്റെ ഈ ആഘോഷവേളയിൽ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ വേദനകളിലേക്ക് നമുക്ക് ഇറങ്ങാം. ബത്ലഹേമിലെ പുൽക്കൂട്ടിലേക്ക് രാജാക്കന്മാരെ നക്ഷത്രം നയിച്ചതുപോലെ പാവപ്പെട്ടവരിലേക്കും ദുഃഖിതരിലേക്കും നമുക്ക് ഇറങ്ങാം. സുവിശേഷമാകുന്ന നക്ഷത്ര വെളിച്ചം. ഇല്ല, ആയിട്ടില്ല. ആ
പുതിയൊരു രാജസുതൻ പിറന്നു പൊതുപോലെ വിടർന്നു പുതിയൊരു രാജസുതൻ പിറന്നു വിടർന്നു ദൈവത്തിൻ പുത്രൻ ഭീമയിൽ മാനവനാ ദൈവത്തിൻ പുത്രൻ ഭീമയിൽ മാനവനാ യൂട്യൂബ് ചാനൽ നക്ഷത്രം തൂക്കിയും തോരണങ്ങൾ ചാത്തിയും കുത്തിരികൾ കത്തിച്ചും പൂമരങ്ങൾ ഒരുക്കിയും നാഥനെ വരവേറ്റിടും നക്ഷത്രം തൂക്കിയും തോരണങ്ങൾ ചാത്തിയും നമ്മുടെ കലോൾ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. അപ്പൊ നമ്മള് പള്ളിയിൽ തിരിച്ചെത്തിയപ്പോ വട്ടയപ്പവും ചുക്കാപ്പിയുണ്ട്. സ്വാഭാവികം ഇതുപോലെ എന്താ പറയാ ക്രിസ്മസ് രാവിലെ ഈ തണുപ്പത്ത് കുറച്ച് ചുക്കാപ്പി അടിക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണല്ലേ. എന്ത് ഹാപ്പി വട്ടയപ്പെന്ന്. അപ്പൊ ഓക്കെ കൊള്ളാം. ഒരിക്കൽ കൂടി ബോംബാലെ 2K25 ഏറ്റവും മനോഹരമാക്കി തീർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും കേന്ദ്ര സഭയിലെ എല്ലാവിധ നന്ദിയും
അങ്ങനെ നമ്മുടെ മെഗാ കരോള് പള്ളിയിലെത്തി. ഇവർ 3 പേരായിരുന്നു കേട്ടോ ജഡ്ജസ്. അപ്പോൾ ജഡ്ജസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു എന്തിൻ്റെ ബേസിസിലാണ് ജഡ്ജ്മെൻറ്റ് നടത്തിയത്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടതൊക്കെ. ഇവർ 3 പേരും ഒരുപോലെ പറയുമായിരുന്നു ഇത് നമ്മുടെ പള്ളിയിൽ ഫസ്റ്റ് ടൈമാണ് ഇത് നടത്തണേ, ഇങ്ങനെ ഒരു മെഗാ കരോള് ചെയ്യണമെന്ന് ഒട്ടും തോന്നിയില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എന്ന് പിന്നെയും എടുത്തു പറയായിരുന്നു. സോ ഇനി നമുക്ക് നമ്മുടെ റിസൾട്ട്സ് നോക്കിയാലോ. കമോൺ. പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ വിധികർത്താക്കള് വളരെ കൃത്യമായിട്ട് അത് വിലയിരുത്തി അവർ നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ടാണ് ചില ചെയ്യുന്നത്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് 226 പോയിന്റോട് കൂടി ചെസ് നമ്പർ 1 ആണ്. 2-ാം സ്ഥാനം 244 പോയിന്റോട് കൂടി ചെസ് നമ്പർ 5. 1-ാം സ്ഥാനം 248 പോയിന്റോട് കൂടി ചെസ് നമ്പർ 7. അപ്പൊ വിന്നർ ആയിരിക്കുന്നു സെന്റ് മറേന്ദ്രസ്യായുടെ. അടുത്തത് സെന്റ് അൽഫോൺസോ യൂണിറ്റ്. സെന്റ് അൽഫോൺസോ യൂണിറ്റ് പ്രസിഡന്റ് യൂണിറ്റ്. സെന്റ് അൽഫോൺസോ യൂണിറ്റ്. അടുത്തത് സെന്റ് ജെയിംസ് യൂണിറ്റ്. സെന്റ് ജെയിംസ് യൂണിറ്റ്. സെന്റ് ജെയിംസ് യൂണിറ്റ് ബിബിൻ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് വരുന്നുണ്ട്. അടുത്തത് സെന്റ് പീറ്റർ. സെന്റ് ആൻഡ്രൂസ് യൂണിറ്റ്. ഓക്കെ, പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ സമ്മാനം വാങ്ങിക്കൊണ്ട് പോകേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ ബോൺ നത്താലെ 2K25 കരോൾ മെഗാ കരോൾ കഴിഞ്ഞിരിക്കുകയാണ്, സമാപിച്ചു. എല്ലാം കഴിഞ്ഞ് നമ്മളെന്തേ പൊടിയൊക്കെ തൂത്തുവാരി അതെ ബെക്കാം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കരോൾ? അവരെല്ലാവരും പറയായിരുന്നു നമ്മുടെ പള്ളിയിൽ ഫസ്റ്റ് ടൈം ആണ് വെക്കണേ, ഫസ്റ്റ് ടൈം വെക്കണേന്ന് തോന്നുന്ന പോലും അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തതെന്ന് എല്ലാവരും പറയായിരുന്നു അല്ലേ? തോന്നിയില്ലേ എല്ലാവരും? അതെ. അപ്പൊ ഓക്കെ, ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ വീണ്ടും വരാം. ഇനി നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നിങ്ങളുടെ പള്ളിയിലൊക്കെ എങ്ങനെയുണ്ടോന്ന് പറയണേ, കമന്റ് ചെയ്യുക. ഈ നമ്മുടെ പള്ളിയിൽ കണ്ടിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായ കാര്യങ്ങളൊക്കെ അത് പറയണേ, ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം മുതൽ പവർ ഓൺ സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.